Hello, welcome back to Foodiez Ecstasy. അപ്പോൾ ഇന്ന് ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ? ഒരു സ്പാനിഷ് or Mexican dessert ആണ് Tres Leches Cake. Tres Leches means 3 milk. So first തന്നെ പറയട്ടെ, മിൽക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടില്ല, കാരണം ഇത് കംപ്ലീറ്റ് മിൽക്കാണ്. ഇപ്പോൾ നോർമലി കിട്ടുന്ന മിൽക്ക് കേക്കിനേക്കാളും വളരെ ടേസ്റ്റിയാണ്, സോഫ്റ്റാണ്, മോയിസ്റ്റാണ്. സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മൈദ, ഉപ്പ്, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടി അരിച്ചിടുക. അപ്പോൾ അരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്ലഫി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഒക്കെ കേക്ക് കിട്ടും. അപ്പോൾ എപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും അരിച്ച് വേണം ഇടാനായിട്ട് കേട്ടോ. ഇതിലേക്ക് ഷുഗർ കൂടി ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ബട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. ക്യൂബായിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അതായത് ക്രംപിൾ ചെയ്തെടുക്കുക. ഇപ്പോൾ വിസ്ക് വെച്ചാണെങ്കിലും കൈ വെച്ചാണെങ്കിലും സ്റ്റാൻഡ് മിക്സർ, ഹാൻഡ് ബ്ലെൻഡർ എന്ത് യൂസ് ചെയ്തിട്ടാണെങ്കിലും ക്രംപിൾ ചെയ്തെടുക്കുക. ഞാൻ ഫൈനൽ പ്രോഡക്റ്റ് കാണിക്കാം. അപ്പോൾ ക്രംപിൾ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കേണ്ടത് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ മാറ്റി വെക്കാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് ബട്ടർമിൽക്ക് ആഡ് ചെയ്യുക. ബട്ടർമിൽക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഐക്കാർട്ടിലേക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ പാല്, വെനില എക്സ്ട്രാക്ട്, എഗ് വൈറ്റ്. അപ്പോൾ നമ്മൾ എഗ് വൈറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇവിടെ. എഗ് യോക്ക് യൂസ് ചെയ്യുന്നില്ല. എഗ് യോക്ക് യൂസ് ചെയ്യുന്നതിന് പകരമാണ് ഞാൻ ബട്ടർമിൽക്ക് യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവർ ക്രീം യൂസ് ചെയ്താലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി വെറ്റ് ആൻഡ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ മിൽക്ക് മിക്സ്ചർ 2 പാർട്ടായിട്ട് ആഡ് ചെയ്ത്, ഫസ്റ്റ് പാർട്ട് ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. സെക്കൻഡ് പാർട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒരുമിച്ച് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ എടുക്കുന്ന മെഷർമെൻറ്റാണ് നിങ്ങൾ എടുത്തതെങ്കിൽ ഒരുമിച്ച് ആഡ് ചെയ്താൽ മതി, കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. ഇല്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നോർമൽ കേക്ക് പാറ്റേണിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരുപാട് തിക്കാകാനും പാടില്ല, ഒരുപാട് ലൂസാകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ബേക്കിംഗ് ടിൻ റെഡിയാക്കാം. ഒരു ബേക്കിംഗ് ടിന്ന് അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 8 ഇഞ്ച് കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രിപ്പയർഡ് ബാറ്റർ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകും. ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യാൻ ഓർക്കുക കേട്ടോ. ഇനി ഇതിനെ നമ്മളൊരു 177 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്ത് ക്ലീനായിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് ബേക്കായി, ഇല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ്സ് കൂടെ ബേക്ക് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. ഇനി നമ്മുടെ ഹീറോ ഓഫ് ദ ഡിഷ് ഉണ്ടാക്കാം, 3 മിൽക്ക് മിക്സ്ചർ. സോ അതിനായിട്ട് പാലും എവാപ്പറേറ്റഡ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എവാപ്പറേറ്റഡ് മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മുകളിലത്തെ ഐക്കാർട്ട് ക്ലിക്ക് ചെയ്താൽ മതി, അറിയാൻ പറ്റും. എവാപ്പറേറ്റഡ് മിൽക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഹെവി ക്രീം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ കേക്ക് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അതിനെ വേറൊരു ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതിലേക്ക് കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇടുക. ഞാനിവിടെ ഫോർക്ക് യൂസ് ചെയ്താണ് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കേക്കിൻ്റെ മുകളിലേക്കായി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന 3 മിൽക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് മിക്സ്ചർ ഒഴിക്കണം. ഒരുപാടായി പോയെന്ന് തോന്നുമെങ്കിലും കുഴപ്പമില്ല, അത് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുക. എക്സ്ട്രാ ആയിട്ട് ഒരുപാട് കിടക്കുന്നതായിട്ട് തോന്നും, പക്ഷേ അതെല്ലാം അത് അബ്സോർബ് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇതിനെ മിനിമം ഒരു 2 hours എങ്കിലും വച്ചേക്കുക. അപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുക. ഞാൻ ഓവർനൈറ്റ് വയ്ക്കുകയാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഞാനിതെടുത്ത് ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ റെഡിയാക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വയ്ക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആവുക. ഇനി
ഇനി കേക്ക് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവൈലബിൾ ആയിരുന്നത് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റിഫ് പീക്സ് ഒന്നും വരില്ല, അതായത് ടെക്സ്ചർ കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ ഒരു നോൺ ഡയറി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം ആൻഡ് പൗഡർ ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു 2 to 3 സൈസ് ആകുമ്പോഴത്തേന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒരു സോഫ്റ്റ് പീക്കാണ്, ഇപ്പം അമൂലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സോഫ്റ്റ് പീക്കായിരിക്കും വരിക കേട്ടോ. ബട്ട് ടേസ്റ്റ് ഒന്നും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. അതുപോലെ വെപ്പ് ചെയ്യുന്ന ടൈമിന് മിക്സിംഗ് ബൗൾ, ബ്ലെൻഡർ പ്ലേറ്റ്സ് ആൻഡ് നമ്മുടെ വിപ്പിംഗ് ക്രീം അതെപ്പോഴും നല്ല തണുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് മിക്സിംഗ് ബൗൾ, ബ്ലെൻഡർ പ്ലേറ്റ്സ് ഒക്കെ ഫ്രീസ് ചെയ്യാം എന്നിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഐസ് ട്രേയിലേക്ക് നമ്മുടെ മിക്സിംഗ് ബൗൾ വെച്ചിട്ട് വെപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വെപ്പ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓവർനൈറ്റ് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന കേക്കിലേക്ക് വെപ്പ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുക. എത്ര തിക്നെസ്സാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് തിക്നെസ് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ നമ്മുടെ മോയ്സ്റ്റ് ആൻഡ് ഡെലിഷ്യസ് ലെച്ചസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ചെറി ആൻഡ് കുറച്ച് സിൽവർ ബോൾസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ കഴിക്കുന്നതെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കണമെങ്കിലും ചെയ്യാം കേട്ടോ. സോ ഇത് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്, വളരെ ടേസ്റ്റിയാണ്, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എവാപ്പറേറ്റഡ് മിൽക്കിൻ്റെയും ബട്ടർ മിൽക്കിൻ്റെയും റെസിപ്പീസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്മാഷ് ദ ബെൽ ഐക്കൺ.